മക്കളെ, ഇന്ന് നമുക്ക് കബ് തക്ക് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, अपनी पहचान जानने के लिए दूसरे का मुंह जोहते रहना, इससे आपने क्या समझा എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. हम अपने बारे में जरूर जानना, अपनी शक्तियों के बारे में दूसरे बताने तक हम इंतजार नहीं करें. അതായത് നമ്മൾ നമ്മെ തന്നെ അറിയണം. നമ്മളാണ് നമ്മെ അറിയേണ്ടത്. നമ്മുടെ കഴിവുകളെ കുറിച്ച് മറ്റുള്ളവർ പറയാൻ കാത്തിരിക്കരുത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ കഴിവുകളെ കുറിച്ച് മറ്റുള്ളവർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കരുത് എന്നാണ്. ഓക്കെ, ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർ കണ്ടെത്താൻ കാത്തിരിക്കുക എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. कि तुम्हारा इतिहास तुमने नहीं उसने लिखा है, इसमें किस बात की और संकेत है. നിങ്ങളുടെ ചരിത്രം നിങ്ങളല്ല, അവരാണ് എഴുതിയത്. അവരാണ് മറ്റുള്ളവർ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ तुम्हारा इतिहास तुमने नहीं उसने लिखा है, इसमें किस बात की और संकेत है എന്നാണ് ചോദ്യം. നിങ്ങളുടെ ചരിത്രം നിങ്ങളല്ല, അദ്ദേഹമാണ് എഴുതിയത് എന്ന വാചകം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ഹം അപ്നെ ബാരെ മേ സാദാ ദൂസരെ ലോക ബതാക്കർ സമജ്തേ ഹെ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതിലൂടെയാണ് നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് പഠിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. कि आत्मसम्मान से बड़ी कोई चीज नहीं होती, इन पंक्तियों पर अपना विचार प्रकट करें എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ആത്മാഭിമാനത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്ന വരികളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുക. ആൻസർ നോക്കാം. यह ठीक है, आत्मसम्मान से बड़ी कोई चीज नहीं है. हम अपने बारे में समझकर और अपनी शक्ति पर विश्वास करें കേട്ടോ. വിശ്വാസ് കരേം. അപ്പം എന്താണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? അതെ, അത് ശരിയാണ്. ആത്മാഭിമാനത്തെക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ല. സ്വയം മനസ്സിലാക്കുന്നതിലൂടെയും നമ്മുടെ സ്വന്തം ശക്തികളിൽ വിശ്വസിക്കുന്നതിലൂടെയും നാം നമ്മുടെ ആത്മാഭിമാനം വളർത്തിയെടുക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നോക്കാം. സമാന ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖീം, സമാന അർത്ഥം വരുന്ന ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. अपना परिचय जानने के लिए दूसरे का इंतजार नहीं करो, മറ്റുള്ളവർ നിങ്ങളെ അറിയാൻ കാത്തിരിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. താഴെയുള്ള വരികൾ നോക്കാം. കബ് തക്ക് ജോഹത്തെ രഹോഗെ അപ്നി പഹ്ചാൻ ജാനനെ കെ ലിയെ ദൂസരെ കാ മോഹ്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിത്വം അറിയാൻ നിങ്ങൾ എത്ര കാലം കാത്തിരിക്കും. സമാന ആശയം വരുന്ന വരികളാണ് കണ്ടെത്തി എഴുതാൻ പറഞ്ഞത്. ഇത് എന്താണ്? ഈ 3 വരിയുടെ അർത്ഥമാണ് മുകളിലുള്ളത്. അപ്നാ പരിചയ് ജാനനെ കെ ലിയെ ദൂസരെ കാ ഇന്തസാർ നഹീം കരോ എന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. കബ് തക്ക് ജോഹത്തെ രഹോഗെ അപ്നി പഹ്ചാൻ ജാനനെ കെ ലിയെ ദൂസരെ കാ മോഹ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ऐसी आशा छोड़ दो कि तुम्हारे लिए संघर्ष करने कोई आएगा, रहोगे कि कोई आए और तुम्हारे लिए लड़े. എന്താണ് അതിനർത്ഥം വരുന്നത്? നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷ ഉപേക്ഷിക്കുക.
ഈ അർത്ഥം വരുന്ന വരികളാണ് താഴെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആരെങ്കിലും വരും എന്ന പ്രതീക്ഷ ഉപേക്ഷിക്കുക. അടുത്തത് कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा जिससे उसके दुख की वृद्धि हो. അതായത് നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാൻ ആരും അവരുടെ ദുഃഖത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് തയ്യാറാവുകയില്ല. അവർക്ക് ദുഃഖം വർദ്ധിക്കും നിങ്ങളെ സഹായിച്ചാൽ എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ തയ്യാറാവുകയില്ല എന്ന അർത്ഥം വരുന്ന വരികളാണ് क्यों करेगा कोई तुम्हारी व्यथा का निराकरण अपनी व्यथा बढ़ाने के लिए. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. कविता पर चर्चा करें और ऐसा महापुरुषों के नाम जोड़ें जिन्होंने समाज के उद्धार के लिए अपनी जिंदगी का समर्पण किया है. കവിതയെക്കുറിച്ച് ചർച്ച ചെയ്ത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച മഹാന്മാരുടെ പേരുകൾ ചേർക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ്? നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ആരും വരികയില്ല, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം എന്നുള്ള ഇതാണ് നമ്മൾ കവിതയിൽ പഠിച്ചല്ലേ. ഇതിൽ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, കവിതയെ കുറിച്ച് ചർച്ച ചെയ്യുക, അതിനുശേഷം സമൂഹത്തിൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളൊക്കെ ഉണ്ട്, അവരെ എന്താണ് അവരുടെ ആ മഹാത്മാക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീമതി അക്കമ്മ ചെറിയാൻ, ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, വൈക്കം അബ്ദുൾ ഖാദർ മൗലവി, ചട്ടമ്പി സ്വാമി, സഹോദരൻ അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. कविता में कोई शब्द का प्रयोग बार बार हुआ है, यह किसको सूचित करता है? यहाँ कोई का अर्थ कोई नहीं है. എന്താണ് ഇവിടെ കോയി എന്നതിൻ്റെ അർത്ഥം എന്താണ്? കോയിക്ക അർത്ഥ് കോയി നെഹി ഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോ എന്ന വാക്ക് കവിതയിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. കോയി എന്ന് പറഞ്ഞാൽ ആരോ. ആരോ എന്ന വാക്ക് കവിതയിൽ ഇങ്ങനെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ കോയി അതായത് ആരോ എന്നത് ആരെയും അർത്ഥമാക്കുന്നില്ല. കോയിക്ക അർത്ഥ കോയി നെഹി, ആരെയും അർത്ഥമാക്കുന്നില്ല. കോയി എന്നതിന് ഇവിടെ ആരെയും അർത്ഥമാക്കുന്നില്ല എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിതയുടെ ആശയം എഴുതാനാണ്. കവിതാക്ക ആശയ ലിഖേ. കബ് തക്ക് വന്ദന ടേട്ടേക്ക് കവിത ഹെ. കബ് തക്ക് എന്നത് വന്ദന ടേട്ടയുടെ കവിതയാണ്. ഇസ്മേ ആത്മാഭിമാൻ കാ മഹത്വ ബതായ ഗയാ ഹെ. ഈ കവിതയിൽ എന്താണ്? ആത്മാഭിമാനത്തിൻ്റെ പ്രാധാന്യമാണ് ബതായ ഗയാ ഹെ പറയപ്പെടുന്നത്. കവി कहता है कि अपने व्यक्तित्व जानने के लिए दूसरे की प्रतीक्षा मत कर. കവി പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങളുടെ വ്യക്തിത്വം അറിയാൻ കാത്തിരിക്കരുത്. കോയി തുമാരെ ലിയെ ലഡ്നെ നഹി ആയേഗ. ആരും നിങ്ങൾക്ക് വേണ്ടി പോരാടുകയില്ല. തും അപ്നാ ഇതിഹാസ് സ്വയം രചോ. നിങ്ങളുടെ ചരിത്രം നിങ്ങൾ സ്വന്തം സൃഷ്ടിക്കൂ. അപ്പനി ഉന്നതി കെ ലിയെ അവതാരോ കി പ്രതീക്ഷ ന കരോ. നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹായിക്കാൻ അവതാരങ്ങൾ വരും എന്ന് കരുതി അങ്ങനെയുള്ള അവതാരങ്ങൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. दूसरों का दुख दूर कर अपना दुख बढ़ाने के लिए आज कोई तैयार नहीं है. സ്വന്തം ദുഃഖത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും ദുഃഖവും ലഘൂകരിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരും തന്നെ ഇക്കാലത്ത് തയ്യാറാവുകയില്ല. ഇക്കാലത്ത് അങ്ങനെയുള്ള വിശാല മനസ്കരായിട്ടുള്ള ആരും തന്നെ ഇല്ല. ഇക്കാലത്ത് ആരും അതിന് തയ്യാറാവുകയില്ല.
अतः यह ध्यान रखे कि आत्माभिमान ही सबसे बड़ा है. അതായത് ആത്മാഭിമാനമാണ് ഏറ്റവും വലുത്. സബ്സേ ബഡ, ഏറ്റവും വലുത് എന്താണ്? ആത്മാഭിമാനമാണ് എന്ന കാര്യം ഓർക്കുക എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി, ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.